ഹലോ ഫ്രണ്ട്സ്, എന്നാന്നല്ലേ ഇത് ജാസ്മിൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേ അവൾക്ക് വീട്ടിലുണ്ടാക്കിയ ഫുഡൊന്നും വേണ്ട, അവൾക്ക് ഇന്ന് പുറത്ത് പോയി കഴിക്കണം. അങ്ങനെ അവളും ചേച്ചിയും കൂടെ കണ്ടുപിടിച്ച കടയാണ് ഇത്. മിസ്റ്റർ വാങ് ഹോട്ട് പോട്ട്, ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഞാനും മടിച്ചില്ല, ഒരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനും അവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഫ്രിഡ്ജിനകത്ത്, ഓപ്പൺ ഫ്രിഡ്ജിനകത്ത് ഇതുപോലൊക്കെ കുറേ കുക്ക്ഡായിട്ടുള്ളത്, അൺകുക്ക്ഡായിട്ടുള്ളത് കുറേ ചൈനീസ് ഐറ്റംസ്. അത് നമ്മൾ ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിനകത്തൊരു 300 ഗ്രാമോളം നമുക്കിഷ്ടമുള്ളത് എടുത്ത് അവരുടെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ അവരുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം അവർ തൂക്കി 300 ഗ്രാം തൂക്കി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇതിനകത്ത് നിന്ന് നിങ്ങൾ സൂപ്പ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഓരോ സൂപ്പ് സെലക്ട് ചെയ്ത് അവരുടെ കൊടുത്തു. അവർ ആ സൂപ്പിനകത്താണ് കുക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. അന്നേരത്തേന് അവർ പറഞ്ഞു, നിങ്ങൾ ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അവർ കാണിച്ചു തന്നു. അവർ പോയി, പിള്ളേർ രണ്ടുപേരും പോയി അവർക്ക് വേണ്ട രീതിയിൽ ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കി ടേബിളിൽ വന്നിരുന്നപ്പം ഇവരുടെ ചോപ്പ് സ്റ്റിക്കും പിന്നെ അവരുടെ ഫോർക്കും പിന്നെ സ്പൂണും അവർ പറഞ്ഞതുപോലെ തന്നെ 15 മിനിറ്റ് എടുത്തില്ല. അവർ നല്ല ഹോട്ട് പോട്ട് ആയിട്ട് വന്നു. ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹോട്ട് പോട്ട് തന്നെ, തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു വ്യത്യസ്ത അനുഭവം കൊണ്ട് പിള്ളേർക്കാണേലും അവർ ട്രൈ ചെയ്തു കേട്ടോ. ഞാനിത് നോക്കിക്കൊണ്ടിരുന്നു. എനിക്കത് ഭയങ്കര ചൂടായിട്ട് തോന്നി. കുറച്ചാറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ പ്രകാരം ഞാനും ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് ഓർത്തു. അതിനകത്ത് കുറച്ച് സൂപ്പ് ട്രൈ ചെയ്തു. അതുപോലെ തന്നെ അതിനകത്ത് സോസേജ് ഉണ്ടായിരുന്നു, പിന്നെ ചീസ് ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കിഷ്ടമുള്ളതായതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തു. ഞാൻ ആദ്യം സ്പൂണിൽ ട്രൈ ചെയ്തേ. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ചോപ്പ് സ്റ്റിക്ക് ട്രൈ ചെയ്തു. കുറേ നേരം ചോപ്പ് സ്റ്റിക്ക് ഫൈറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് ശരിയായി വന്നത്. അത് ഒരു പ്രാവശ്യം ശരിയായി, പിന്നെ നോക്കിയിട്ടോ ഒട്ടും ശരിയാകുന്നില്ല. പിന്നെ നമ്മുടെ ഫോർക്കിലേക്ക് പിന്നെയും നമ്മൾ പിടിച്ചു. ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. വേറെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, ഞങ്ങൾ കാര്യം പറഞ്ഞാൽ മീഡിയം സ്പൈസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നതോ ഭയങ്കര ഹെവി. എനിക്കൊന്ന് അവർക്ക് തെറ്റിപ്പോയതാണോ എന്നറിയില്ല. ഞങ്ങൾ ഒരു വിധത്തിലത് തിന്നെന്ന് പറയാം. ഭയങ്കരമായിട്ട് എരിവായതുകൊണ്ട് ആയിരുന്നു കേട്ടോ, വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതുപോണക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെയർഫുള്ളായിട്ടിരുന്നോണം കേട്ടോ. പിന്നെ ആരാ ഇഷ്ടപ്പെടാത്തത്? ആരെങ്കിലും ഇതുപോണക്ക് വ്യത്യസ്തം നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ, ട്രൈ ചെയ്യാം.